ഒടുവിൽ ബംഗ്ലാദേശ് കരൻ ഇന്ത്യയുടെ കാല് പിടിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എങ്ങനെയെങ്കിലും വ്യാപാര ബന്ധം തിരിച്ചാരംഭിക്കണമെന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത്. കാരണം രാജ്യം മുഴുപട്ടിണിയിലേക്ക് പോവുകയാണ്. അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്, ക്രൊയേഷ്യ എന്നിവിടങ്ങളിലുള്ള രാജ്യങ്ങളും യൂറോപ്പ് അടക്കമുള്ളവരും ബംഗ്ലാദേശികളെ അങ്ങോട്ടേക്ക് കയറ്റില്ല എന്നും പിന്നെ ബംഗ്ലാദേശിന് ലഭിക്കാനുള്ള ഫണ്ടുകൾ തരില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വ്യാപാര ബന്ധം ഇന്ത്യയുമായി ഉള്ളത് നിലച്ചതോടുകൂടി ബംഗ്ലാദേശ് മുഴുപട്ടിണിയിലേക്ക് പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ പ്രേരിതമായിട്ടുള്ള കലാപങ്ങൾക്ക് ഇവിടെ ശമനമായിരിക്കുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം മുഹമ്മദ് യൂനിസ് ഒരു പ്രത്യേക കമാൻഡിനെ രൂപീകരിച്ചിരിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനാണ്. അത് ന്യൂനപക്ഷങ്ങളെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഈ കമാൻഡ് അവിടെ എത്തി ഉചിതമായ നടപടികൾ സുതാര്യമായ രീതിയിൽ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ബംഗ്ലാദേശിന്റെ ആ ഒരു മുഖം തന്നെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന കാഴ്ച. ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ബംഗ്ലാദേശിന് അന്താരാഷ്ട്ര തലത്തിൽ നല്ല ബന്ധമായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി കയറിയ ശേഷം വലിയ രീതിയിലുള്ള പിരിമുറുക്കമാണ് ബംഗ്ലാദേശ് അനുഭവിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ കരഞ്ഞ് കാല് പിടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും മനസ്സിലാകുന്നു. ബംഗ്ലാദേശിലെ യുവാക്കൾ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നു. ഇരട്ട അക്കങ്ങൾ കടന്ന ഒരു സൂചിക മൂലം കുടുംബം കഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പണപ്പെരുപ്പം മൂലം കുടുംബങ്ങളെല്ലാം കഷ്ടപ്പെടുന്നു. ഇൻഫ്ലേഷനാണ്. കലാപകാലത്ത് രാജ്യത്തുടനീളമുള്ള ബിസിനസ്സുകൾ അടഞ്ഞു കിടന്നു. സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി. ഇപ്പോഴും വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് മാറിയിരിക്കുന്നു. തൊഴിലില്ലായ്മ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. ഉൽപ്പാദനം സ്തംഭനാവസ്ഥയിലായിരിക്കുന്നു. പോരാത്ത ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഡോക്ടർമാരില്ലാതായിരിക്കുന്നു, തൊഴിലാളികളില്ലാതായിരിക്കുന്നു, എഞ്ചിനീയർമാരില്ലാതായിരിക്കുന്നു. അങ്ങനെ സകല കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണെന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എന്നാൽ ഇന്ത്യ ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യുവാക്കൾക്കും പൊതുജനങ്ങൾക്കും യൂണിറ്റ് സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ല എന്ന സംസ്ഥാനം ബംഗ്ലാദേശിലുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരം നിലച്ചതിനാൽ ഇന്ത്യ വിരുദ്ധ വികാരം അവരെ വല്ലാതെ ബാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യാപാരം പതുക്കെ വീണ്ടും തുറക്കുന്നതിനാൽ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുന്നു എന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ ഫെബ്രുവരി 14 മുതൽ 17 വരെ ടെക്സ്റ്റൈൽ വ്യവസായത്തിനും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കുമായി ഒരു വലിയ പ്രദർശനവും വിൽപ്പനയും ഭാരത് ടെക്സ് 2025 സംഘടിപ്പിക്കും. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മ ബംഗ്ലാദേശിലെ ബിസിനസ്സുകാരെ ഇതിൽ പങ്കെടുക്കുവാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ സൂചന തന്നെയാണ്. ഇന്ത്യയും ബംഗ്ലാദേശും വീണ്ടും ആ പഴയ ബന്ധത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അതിനുള്ളൊരു തുടക്കമാകും എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന പ്രദർശന വിൽപ്പനയിൽ പങ്കെടുക്കാൻ തിങ്കളാഴ്ച ബംഗ്ലാദേശി മിൽ വ്യവസായ പ്രമുഖരുടെ റെഡിമെയ്ഡ് വസ്ത്ര വ്യാപാരങ്ങളുടെ ഒരു യോഗത്തിനും ഇവിടെ അവർ ക്ഷണിച്ചതായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നു. എന്തായാലും അവർ അതിനും സമ്മതിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.